ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷിഹാനാമി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പൂരി മുട്ടക്കറിയാണ് കേട്ടോ. നാമിക്കുട്ടന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം നമുക്കിന്ന് മെല്ലെ കുക്ക് ചെയ്താൽ മതി. ഞാൻ ഇന്നലെ ആലോചിച്ച് ഞാൻ എന്താണെന്ന് കണ്ടൻറ്റായിട്ട് ഇടാം. അപ്പം എൻ്റെ തലയിൽ എത്തൊരു ബൾബാട്ടാ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ പൂരി മുട്ടക്കറിയും. സിമ്പിളാണ്, ആർക്കും ഉടനെ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആർക്കും ഉണ്ടാക്കാം കേട്ടോ. ആദ്യമായിട്ട് നമ്മളൊരു പാൻ എടുക്കുന്നു, ഒരു ബൗൾ എടുക്കുന്നു. ആ ബൗളിലേക്ക് നമ്മൾ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നു, മൈദ ചേർത്ത് അതിൻ്റെ പകുതി മൈദയും ഒരു 4 സ്പൂൺ റവയും ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പൂണോ കൈയോ അതൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, അതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കും. ഞാനത് സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്തു, പിന്നെ എനിക്ക് സാധിച്ചിട്ട് ഞാനത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലോണം കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ടൊരു പ്രസ്സൊക്കെ എടുക്കുക. എന്നിട്ട് ഇതിന് ഓരോ മാവെടുക്കുക, ബൗളാക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ച് കൊടുക്കുക. കണ്ടോ പൊന്തി വരുന്നത്, നല്ല പൂരിയാണ്, നന്നായി കിട്ടും കേട്ടോ. സിമ്പിളാണ്, ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതാ പൂരി റെഡി ആയിട്ടോ. അത് തന്നെ രണ്ടാമത്തെ പൂരിയാണേ. ഒന്നാമത്തെ പൊരിച്ച് പെർഫെക്റ്റ് ആയവരെ രണ്ടാമത്തെയും വീട്ടിൽ കൊടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ പൂരി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിക്കുള്ളൊരു കറിയാണ്, മുട്ടക്കറി അഥവാ മുട്ട റോസ്റ്റ്. ഇത് സിമ്പിളാട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ ഉണ്ടാക്കണ പോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ഒരു പാൻ എടുക്കുന്നു, അതിലേക്ക് കുറച്ച് സബോള ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ട്വിസ്റ്റും ഉണ്ട്. അപ്പം എൻ്റെ മനസ്സ് സലീംകുമാറായിട്ട് എന്നോട് പറയുന്നു, തളരരുത് രാമൻകുട്ടിയെ, തളരരുത്. ഞാനൊക്കെ നിർത്തി വെച്ച് പോയാലോ എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ എന്നെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തു. നമ്മൾ തന്നെയല്ലേ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് പിന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യാനാ അല്ലേ. അപ്പോൾ ഓക്കെ. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് വീണ്ടും മിക്സ്. ഇപ്പോൾ പകുതി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി പകുതി ഞാൻ പറയാം. തക്കാളി ഇട്ട് കൊടുക്കുമ്പോഴാണ് ബാക്കി പകുതി. അപ്പോൾ തക്കാളി ഉടയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ശരിയാണോ എന്തോ അതെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉള്ളി നല്ല ബ്രൗൺ നിറാകുമ്പോഴാട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചെറിയ 2 തക്കാളി കേട്ടോ, തക്കാളി ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഉടഞ്ഞ ശേഷം നമ്മൾ അതിൽ നിന്ന് കുറച്ച് മസാല അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം. കണ്ടോ, ഇതന്നെ. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോസോ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ സോസ് വെച്ചപ്പോൾ എന്താണ് വെച്ചാലും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 സ്പൂൺ മഞ്ഞൾ, ഒരു 1/2 സ്പൂണ് മല്ലി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല പൗഡർ കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരച്ച് വെച്ചില്ലേ അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ചെയ്യണ പോലെ തന്നെ മിക്സിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിക്കുക. ഓക്കെ, കണ്ടോ അങ്ങനെ. ഇനി മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ്. നമ്മൾ 3 മുട്ട പുഴുങ്ങി, അതിലൊരു മുട്ട മാത്രമേ ശരിയുള്ളൂ ഗൈസ്. ബാക്കി 2 കോലം കണ്ടില്ലേ. മുട്ടയല്ലേ പൊട്ടണമല്ലോ, അതുകൊണ്ടല്ലേ മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ പൂരി മുട്ടക്കറിയൊക്കെ റെഡി.